ഇത് റിയ ഗ്രേസ് തോമസ്, നമ്മുടെ OET എഡ്യൂസ്കിൽസ് ഇന്റർനാഷണലിൽ നിന്ന് തന്നെ പഠിച്ച് പാസ്സായി പോയ ആളാണ്. ആളിപ്പോൾ ഉള്ളത് UK-ലാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് നോർത്ത് മിഡ്ലാൻഡ് അല്ലേ? അതെ അതെ. സോ UK-ൽ RN ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇന്ന് റിയയാണ് നമുക്ക് സ്പീക്കിംഗ് സെഷൻ എടുക്കുന്നത് കേട്ടോ. സോ ക്യാൻ സ്റ്റാർട്ട് റിയ. താങ്ക് യു ചേച്ചി. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എഡ്യൂസ്കിൽസിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാനും. എഡ്യൂസ്കിൽസിൽ അച്ഛൻ പറഞ്ഞ അതേ ടിപ്സും ട്രിക്സും എല്ലാം യൂസ് ചെയ്ത് ആണ് ഞാനും എക്സാം എഴുതിയത്. OET-യുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സമയമാണ്. കാരണം എങ്ങനെ പഠിക്കണം, എവിടെ പോയി പഠിക്കണം, കാരണം നമ്മുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയമാണ്. എല്ലാം അഡ്വർടൈസ് ചെയ്ത് എല്ലാവരും നമ്മളെ അങ്ങോട്ട് വിളിക്കുന്ന ഒരുപാട് അട്രാക്റ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തരുന്ന സമയമാണ്. നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയം. ഞാനും ഇറങ്ങിയ സമയം അങ്ങനെ ഒരു പീരീഡിലായിരുന്നു. അത് കഴിഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ട് എഡ്യൂസ്കിൽസിൽ, അല്ലെങ്കിൽ എന്തോ ഒരു ദൈവത്തിന്റെ കരുണ കൊണ്ട് എഡ്യൂസ്കിൽസിൽ ആരോ എന്നെ ഇതാക്കി. അങ്ങനെയാണ് ഞാൻ എഡ്യൂസ്കിൽസിനെ പറ്റി അറിയുന്നത്. പിന്നെ യൂട്യൂബിലെ അച്ഛന്റെ വീഡിയോസ് കാണുകയും കറക്റ്റ് ആയിട്ട് ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ഗൈഡൻസിലും പ്രാക്ടീസിലും കൂടെ പോയി എക്സാം എഴുതി പാസ്സായ ആളാണ് ഞാൻ. അപ്പം ഇന്ന് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു സൂം സെഷൻ സ്പീക്കിങ്ങിന്റെ എടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എഡ്യൂസ്കിൽസിന്റെ ഓരോ ഫാക്കൽറ്റിയോടും നന്ദി പറഞ്ഞിട്ട് വേണം ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും, എസ്പെഷ്യലി അച്ഛനോടും നമ്മുടെ അഡ്മിൻസിനോടും സൗമ്യ ഷാമിനോ ചേച്ചിയോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് OET-ക്ക് 4 മൊഡ്യൂളാണ് വരുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളതാണെങ്കിലും കാനഡയ്ക്കൊക്കെ ഒരുപാട് ഓപ്പണിംഗ് OET വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴും അവര് പറയുന്നത് സ്പീക്കിങ്ങിന് B വേണം എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്പീക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നമ്മൾ ഹോസ്പിറ്റൽ സൈഡിൽ ജോലി ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് ആണ്. അപ്പം അവരുടെ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി ഈ മൊഡ്യൂള് ചെയ്യുന്നത്. അതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഈ എന്താ പറയാ, നമ്മുടെ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ സ്പീക്കിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടോ സ്പീക്കിംഗ് ഭയങ്കര പാടാണല്ലോ, കിട്ടുന്നില്ലല്ലോ, B കയറുന്നില്ല, 350 ആവുന്നില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. സ്പീക്കിംഗ് ആക്ച്വലി ഭയങ്കര എളുപ്പമുള്ള ഒരു ഇതാണ്. റീഡിങ്ങിനെ ലിസണിങ്ങിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്പീക്കിംഗ് നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് സ്പീക്കിംഗ്. അപ്പം സ്പീക്കിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന്റെ ക്രൈറ്റീരിയം വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പം സ്പീക്കിങ്ങിന് നമുക്ക് യൂഷ്വലി 2 സ്പീക്കിംഗ് ആണ് നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. 2 സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ 2 റോൾ പ്ലേ കാർഡുകളാണ് നമുക്ക് സ്പീക്കിങ്ങിന് കിട്ടുന്നത്. ഒരു റോൾ പ്ലേ കാർഡിന് 3 മിനിറ്റ്സ് വെച്ച് നമ്മൾ ചെല്ലുന്നു. വാമപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യം. എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഒരു ജനറൽ ഓറിയന്റേഷൻ ഉള്ളവരാണെങ്കിൽ അറിയാം. നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്പീക്കിങ്ങിന്റെ ടോൺ, നമ്മൾ സംസാരിക്കുന്ന ആ വേ ഓഫ് പ്രസന്റേഷൻ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വാമപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചെല്ലുമ്പോഴേ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പേര് ചോദിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു, നമ്മുടെ ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നു. വാമപ്പ് ക്വസ്റ്റ്യൻ സെഷൻ. അതിനുശേഷം ഡയറക്റ്റ് റോൾ പ്ലേ കാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ നമുക്കൊരു സൈൻ ചെയ്യാനും നമ്മുടെ റോൾ നമ്പർ, കാർഡ് നമ്പർ എഴുതാനും ഒക്കെ ഉള്ള ഒരു പേപ്പർ തരുന്നു. അത് നമ്മൾ ഫില്ല് ചെയ്യുന്നു, അത് അവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് റോൾ പ്ലേ കാർഡിലേക്കാണ് കയറുന്നത്. അപ്പൊ അവർ പറയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്, നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഓക്കെ റെഡി ആണെന്ന് പറയുന്നു. നമ്മുടെ കയ്യിലേക്ക് ഒരു റോൾ പ്ലേ കാർഡ് തരുന്നു. ആ കാർഡ് കയ്യിൽ കിട്ടുന്ന സമയം ഒരു പെൻസിലും റബ്ബറും അവർ നമുക്ക് തരും. ആ ടൈം തൊട്ട് അവർ ആഡ് ചെയ്യുവാണ്. 3 മിനിറ്റ്സ് ആണ് റോൾ പ്ലേ കാർഡിന് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? 3 മിനിറ്റ്സ് ആണ്
നമുക്ക് റോൾ പ്ലേ കാർഡിന് പ്രിപ്പറേഷൻ ടൈം വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ റോൾ പ്ലേ കാർഡ് കിട്ടുന്ന ആ സമയം മുതൽ ഈ 3 മിനിറ്റ്സ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മുടെ സ്പീക്കിംഗ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ Yes, ഒരു ma'am. റോൾ പ്ലേ കാർഡ് കിട്ടുമ്പോൾ നമ്മളത് വായിച്ച് മനസ്സിലാക്കണം. ആദ്യം വായിച്ച് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാൻ റെഡി ആവണം, എന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി എനിക്കൊന്ന് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആ ഒരു 3 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നമ്മൾ കണ്ടിന്യൂസ് റോൾ പ്ലേ കാർഡുകൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഒരു ട്രിക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു അതിനെ ഡീൽ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് കിട്ടുന്നുള്ളൂ. അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ 3 മിനിറ്റ്സ്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് റോൾ പ്ലേ കാർഡ് കയ്യിൽ കിട്ടുമ്പോഴത്തെ 3 മിനിറ്റ്സ് അത് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ ആ ഒരു 3 മിനിറ്റ്സ് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് അറിയാവുന്ന ഒരാൾക്ക് ആ കാർഡ് എത്രയും ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ 3 മിനിറ്റ്സ് കഴിയുമ്പോൾ അവര് പറയുന്നു ഓക്കെ യുവർ 3 ഇപ്പം ഞാൻ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അസസർ എന്റെ അടുത്ത് പറയാം ഓക്കെ റിയ യുവർ 3 മിനിറ്റ്സ് ആൻഡ് നിങ്ങളുടെ 3 മിനിറ്റ്സ് കഴിഞ്ഞു യു ക്യാൻ നൗ പ്രസന്റ് യുവർ റോൾ പ്ലേ കാർഡ്. നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് ചെയ്യാനുള്ള സമയമാണെന്ന് പറയുക. ഓക്കെ, അപ്പം അതിനുശേഷമുള്ള 5 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ കാർഡ് പ്രസന്റ് ചെയ്യാനുള്ള ടൈമാണ്, പ്രസന്റേഷൻ ടൈമാണ്. ഓൾറെഡി അവിടെ അവര് റെക്കോർഡിംഗ് ആണ്. നമുക്കപ്പം വേറെ നമ്മുടെ മദർ ടങ്ങിലോ നമ്മുടെ വേറെ ഒരു ലാംഗ്വേജിലോ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ ടൈമിൽ ആദ്യത്തെ 3 മിനിറ്റ്സിൽ വേണം നമ്മൾ ചോദിക്കാൻ. ഫോർ എക്സാമ്പിൾ പേഷ്യന്റിന്റെ പേര് ഇപ്പം ഞാനൊരു ജനറൽ എക്സാമ്പിൾ പറയുവാണ്. ഇപ്പൊ സോണി എന്നാന്ന് വിചാരിക്കുക. പേഷ്യന്റിന്റെ പേര് ഇപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ജെൻഡർ ഡിഫറെന്റ് ഏത് ജെൻഡർ ആണെന്നുള്ളത് ഹി ആൻഡ് ഷി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അന്നേരം ചോദിക്കാം ജെൻഡർ. ഓക്കെ, സോ അങ്ങനത്തെ ക്ലാരിഫിക്കേഷൻ ഇപ്പം ഓൾറെഡി അത് നോൺ കേസ് ആണ്, അതിനകത്ത് പേഷ്യന്റിന്റെ പേര് തന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ 3 മിനിറ്റ്സിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ 3 മിനിറ്റ്സിൽ വേണം ചോദിക്കാൻ. വൺസ് കാർഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിൽക്കരുത്, കാരണം പ്രസന്റേഷൻ ടൈം ആണ് പോകുന്നത്. ആ 5 മിനിറ്റ്സിൽ നമ്മൾ ആ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കവർ ചെയ്ത് വേണം പ്രസന്റേഷൻ ചെയ്യാൻ. സോ അപ്പൊ ഡൗട്ട് ചോദിക്കാൻ പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്കത് നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇതൊരു ജേണിയാണ്. നമ്മൾ റോൾ പ്ലേ കാർഡ് കിട്ടി, നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ അത്യാവശ്യം ഒന്ന് നോക്കി, അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ പ്രസന്റേഷനിലേക്ക് കടക്കുന്നു. അങ്ങനെ ശേഷം ആ 5 മിനിറ്റ് നമ്മൾ ആ തന്നിരിക്കുന്ന കാർഡ് വെച്ച് അതിനകത്തെ പോയിന്റ്സും അത്യാവശ്യം ഫോളോ അപ്പും റീഅഷുറൻസും കാര്യങ്ങളും എല്ലാം വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ ആയി പോവരുത് നമ്മുടെ സ്പീക്കിംഗ് കാർഡ്. ഓക്കെ, നമ്മൾ നേഴ്സാണ്, നമുക്ക് കാര്യങ്ങൾ അറിയാം. നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ആളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റ്. അവരോട് നമ്മൾ അവര് വന്നിരിക്കുന്നത് അവരെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. സോ അവർക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും, അത് കേൾക്കാൻ ലിസൺ ചെയ്യാനും തിരിച്ച് സംസാരിക്കാനും നമ്മൾ ഏബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അത് കഴിഞ്ഞു, പിന്നെ ടൈം ഒന്നും അധികം കിട്ടുന്നില്ല. സെക്കൻഡ് റോൾ പ്ലേ കാർഡ് തരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുക, അതിന്റെ പ്രിപ്പറേഷൻ ടൈം കഴിയുന്നു, അതിന്റെ പ്രസന്റേഷൻ. ഓക്കെ, 2 കാർഡും കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ സമയമുള്ളൂ ഒരു സ്പീക്കിങ്ങിന് ആസ് ആൻ ആസ്പിരന്റ് നമുക്ക് OET വരുന്നത്. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം, ഇതിനെ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജി എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്താൽ ഈ ഒരു കുറച്ച് സമയം ഒരു 20 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഒരു അസസറിന്റെ മുന്നേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ടൈം ഉണ്ടാവും. ആ സമയം അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കടക്കുന്നത്. സോ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ക്രൈറ്റീരിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. OET സ്പീക്കിങ്ങിന്റെ ക്രൈറ്റീരിയ ഫസ്റ്റ് വൺ ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചിറ്റ് നോട്ട് പോലെ എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ്. സ്പീക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ്. ഓക്കെ, താങ്ക് യു. സോ ഒന്നാമത്തെ, അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന
അതിന് ചിലപ്പോൾ ഈ ക്രൈറ്റീരിയ ആയിരിക്കും ഉള്ളത്. അവർ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്രൈറ്റീരിയ അറിഞ്ഞിരുന്നാൽ നമ്മൾ അത് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. മനസ്സിലായോ? സോ നമ്മൾ ഉറപ്പായിട്ടും ഈ പോയിന്റ്സ് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് മാർക്ക് ഇടാതെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ബി കിട്ടും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ ലാംഗ്വേജ് ആണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ്. ഇനി ഇത് രണ്ടും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജ് ക്രൈറ്റീരിയയിൽ കുറച്ച് സബ് പോയിന്റ്സ് വരുന്നുണ്ട്. ലാംഗ്വേജിന്റെ അടിയിൽ വരുന്നത് ഒന്നാമത്തെ പോയിന്റ്. ലാംഗ്വേജ് എന്ന് എഴുതുക. അതിനകത്തെ സബ് പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. ഓക്കെ. ലാംഗ്വേജിനകത്തെ ഫ്ലുവൻസി, ഒന്നാമത്തെ പോയിന്റ് ഫ്ലുവൻസി ആണ്. ഓക്കെ. ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന്റെ വേർഡ് മീനിങ് തന്നെ അറിയാം. ഫ്ലുവന്റ് ആയിരിക്കണം അല്ലേ? നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പം തപ്പല് വരിക നമ്മൾ മലയാളത്തിൽ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളതിനെ ഇപ്പം ഹമ്മിങ് എന്ന് പറയാം. ഞാൻ സംസാരിക്കുമ്പം ഞാൻ കോൺഫിഡന്റ് ആണെങ്കിൽ ഓക്കെ, ഞാൻ നിർത്തി എവിടെ പോസ് ചെയ്യണം, എവിടെ നീട്ടിക്കുറുക്കി എങ്ങനെ സംസാരിക്കണം എന്ന് എന്റെ മദർ ടങ്ങിൽ എനിക്കറിയാം. ലാംഗ്വേജിലും ഇംഗ്ലീഷിലും നമ്മൾ ആ ഒരു ടിപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ഹമ്മിങ് വരരുത്. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഓക്കെ, യു നോ ദാറ്റ്, ഓക്കെ, ഇതിനിടയ്ക്ക് വന്ന ഒരു ECG ലൈൻ ഉണ്ടല്ലോ, ഒരു ചെറിയ വേരിയേഷൻ, അതിനെ നമുക്ക് ഹമ്മിങ് എന്ന് പറയാം. അത് കേൾക്കുന്ന ആൾക്കറിയാം വി ആർ നോട്ട് ഫ്ലുവന്റ്. നമ്മൾ ഫ്ലുവന്റ് അല്ല എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. റിയ, ക്യാൻ യു ടെൽ Yes, മീ ma'am. അബൌട്ട് ദാറ്റ്? അപ്പൊ ഞാൻ പറയാം, ഐ ക്യാൻ ടെൽ ദാറ്റ് ഐ മീൻ യു, ഐ തിങ്ക്, കിട്ടിയോ? ഞാൻ ഈ പറഞ്ഞ Yeah. വാക്ക്, ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ ഇടയിൽ ഞാൻ ഉപയോഗിച്ച ECG ലൈൻസ് ഉണ്ടല്ലേ? ഓക്കെ. Yes, അതിനെയാണ് ma'am. ഹമ്മിങ് എന്ന് പറയുന്നത്. അത് വന്നാൽ ഐ നോട്ട് ഫ്ലുവന്റ്. അത് കേൾക്കുന്ന അത് അസസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അത് അസസ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവും, ഷീസ് നോട്ട് ഫ്ലുവന്റ്. ഫ്ലുവന്റ് അല്ല അല്ലേ, സംസാരിക്കുന്നതിൽ ഫ്ലുവന്റ് അല്ല. എന്റെ ഫ്ലുവൻസിയുടെ മാർക്ക് അവിടെ കുറഞ്ഞു. Yes. ഓക്കെ. ചിലര് ബോധപൂർവം ഈ ഹമ്മിങ് വരാതെ മിണ്ടാതിരിക്കും. എന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റിയ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്യാൻ യു എക്സ്പ്ലെയിൻ മീ? അപ്പൊ ഞാൻ ഉത്തരം പറയാം, യെസ്, ദാറ്റ്സ് ക്ലിയർ. ഐ തിങ്ക്, ഈസ് ഇറ്റ് ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. അത് കഴിഞ്ഞൊരു പോസ് ഇട്ടിട്ടാണ് ഞാൻ ഐ തിങ്ക് പറഞ്ഞത്. ഞാൻ ആ ഹമ്മിങ്ങിന് പകരം ആലോചിക്കാൻ എടുത്ത സമയം ഒരു പോസാ അത്. നമ്മൾ ഒരു സെന്റൻസിന്റെ ഇടയ്ക്ക് പോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യം പറഞ്ഞ് നിർത്തി പറയുന്നതും സെന്റൻസിന്റെ ഇടയ്ക്ക് പോസ് ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴെങ്കിലും സ്പീക്കിങ്ങിന്റെ ഒരു ഇതില് പോകുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ആക്ച്വലി ഇതൊക്കെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ സ്പീക്കിംഗ് ഭയങ്കര ഈസിയാണ്. നമുക്ക് സ്പീക്കിംഗ് അത്രയും ഭംഗിയായി കൊണ്ടുചെല്ലാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഫ്ലുവൻസി എഴുതിയിട്ട് നിങ്ങൾ ഒരു 2 ആരോ ഇട്ടിട്ട് എഴുതുക ഹമ്മിങ് പോസ്. ഒന്നാമത്തെ ആരോയില് ഹമ്മിങ് എന്ന് എഴുതുക, രണ്ടാമത്തെ ആരോയില് പോസ് എന്ന് എഴുതുക. Post. ഹമ്മിങ് എന്ന് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ECG അവിടെ വരച്ചിട്ടാ മതി, അപ്പൊ ഓർത്തോളൂ. അതാണ് അപ്പൊ നമ്മൾ ഈ ഫ്ലുവൻസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബോധപൂർവം സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഒന്നാമത്തേത് ഹമ്മിങ് ഈ നമ്മൾ ഈ നീട്ടക്കുറുക്കൽ ആ സംഭവം വരുത്താതിരിക്കുക. രണ്ടാമത്തെ പോസ്, അത് നിർത്തി സംസാരിക്കുക, ഓക്കെയാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് അറിയത്തില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കഴിവതും അറിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. റോൾ പ്ലേ കാർഡിനകത്ത് എന്താണോ ഉള്ളത് അത് വായിക്കുക, അതിനുള്ള ഒരു എഫേർട്ട് എടുക്കുക. അതാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഫ്ലുവൻസി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കെൻ ഐ ഗോ ടു നെക്സ്റ്റ്? അടുത്ത സബ് പോയിന്റ് പറയാമോ? Yes, ma'am. ഓക്കെ. അടുത്ത സബ് പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ. ഓക്കെ. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പം ഓക്കെയാണ്, നമ്മൾ അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാതാണ് നമ്മൾ എല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം, ക്യാൻ യു ടെൽ മീ എന്ന്, അത് വലിയ കുഴപ്പമില്ലാതെ. പിന്നെ നമ്മൾ ചില വാക്കുകളൊക്കെ വില്ല്, വാട്ട്, ഡിഡ്, ഈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു എല്ലാത്തിന്റെ അറ്റത്തൊരു കൊണ്ട് അല്ലാതെ അങ്ങനത്തെ പ്രൊനൗൺസിയേഷൻസ് ഒന്നും വരാതിരുന്നാൽ മതി. യൂഷ്വലി നമ്മൾ അത്യാവശ്യം OET ആസ്പിറൻസ് ഒന്നും അത് വരുത്താറില്ല. പിന്നെ അത് വരാതെ ഇരുന്നാൽ മതി. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രൊനൗൺസിയേഷൻ ഒത്തിരി അങ്ങോട്ട് ബ്ലഡ് ആവാണ്ടിരുന്നാൽ മതി. നോർമലി നമുക്കത് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഈ സിറ്റ്, ദാറ്റ് എന്നുള്ള ആ സംഭവങ്ങളൊന്നും അതിന്റെ ഇടയ്ക്ക് നീട്ടി വരുത്താതിരുന്നാൽ മതി. നമ്മൾ നോർമലി മലയാളം പറയുന്നത് പോലെ പറയാതെ ഇരുന്നാൽ മതി. അപ്പൊ ആ നീട്ടിക്കുറുക്കി ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി വെക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ ഓക്കെ ആവും. അത്രേ ഉള്ളൂ പ്രൊനൗൺസിയേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തതിലേക്ക് പോവാം. തേർഡ് പോയിന്റ് വരുന്നത് ടോൺ, TONE.
ഓക്കെ. ടോൺ എന്ന് പറയുമ്പം ഒരു ഇപ്പം എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നു. പേഷ്യന്റിന് അവര് ആക്ച്വലി ഷീസ് എ വിഡോ. ഓക്കെ, ഒരു വിഡോ ആണെന്ന് വിചാരിക്കുക. അവരുടെ കുഞ്ഞ് മരത്തേന്ന് വീണു. അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ട്. ഞാനിപ്പോ അത് ഓർത്തപ്പോ പറഞ്ഞതാ. അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ട്. കൊച്ചിനെ കൊണ്ട് അവര് ഹോസ്പിറ്റലിൽ വരുവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റോൾ പ്ലേ കാർഡ് ഞാൻ എപ്പോഴും ചെയ്തതാ. അവര് ഭയങ്കര സങ്കടത്തോടെ, അല്ലെങ്കിൽ ആ കൊച്ചു സർജറിക്ക് കയറ്റുവാണ്. അമ്മ പറയുവാണ് എനിക്ക് കൊച്ചിന്റെ കൂടെ സർജറിക്ക് കയറണം എന്ന്. നമ്മളപ്പോ എങ്ങനെയായിരിക്കും അവരോട് തിരിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത്? We have to feel their emotions, how they will react to that we have to convey it to we have to give the empathize to the person to calm down the situations. ഓക്കെ. സോ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം അല്ലെ? അതായത് എംപത്തറ്റിക്കൽ അപ്രോച്ച് അവിടെ ഉണ്ടാവണം. അതിനെയാണ് ഈ ടോൺ എന്ന് പറയുന്നത്. വന്നിട്ട് ഒരു സങ്കടം പറയുമ്പോൾ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറയാതെ ഐ എം സോ സോറി ടു ഹിയർ യു, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ഐ ക്യാൻ അക്നോളജ് യുവർ ഫീലിംഗ്, ഐ ക്യാൻ പെർസീവ് യുവർ ഇമോഷൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, വേ ഓഫ് ടോൺ അല്ലെങ്കിൽ പ്രസന്റേഷന്റെ ടോൺ മാറിയത് ശ്രദ്ധിച്ചോ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതും സോറി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ഐ എം ഓൾസോ എ മദർ, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഐ ടു ഹാവ് ചിൽഡ്രൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടില്ലേ? ഉണ്ട്. ഒരു nurse വേറെ ഒരു അമ്മയായിരിക്കും. അപ്പം അവരുടെ കുഞ്ഞിനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് പറയാം, ഞാനും ഒരു അമ്മയാണ്, എനിക്കും കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് നന്നായിട്ട് മനസ്സിലാവും അല്ലേ? നമുക്കത് പറയാൻ പറ്റും. അപ്പം ആ ഒരു പ്രസന്റേഷന്റെ ടോണിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ സാധാരണ പച്ചവെള്ളം പറയുന്ന പോലെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഇറ്റ് ഈസ് ഓക്കെ, വി ആർ വിത്ത് യുവർ ചൈൽഡ്, ഡോണ്ട് വെറി എന്ന് പറയാതെ ഓക്കെ മിസ്, അവരുടെ പേര് വേണമെങ്കിൽ വിളിച്ച് നമുക്ക് അവരോട് സംസാരിക്കാം. ഓക്കെ മിസ് മേരി, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ഐ നോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ, ഐ നോ യു ആർ എ വിഡോ, it's very difficult to feel the situation, I know. I'm so sorry to hear you. Don't worry, we all are with your child. He is safe in our hands. പറയാം അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ടോണിൽ വ്യത്യാസം വരണം. നമ്മള് ഇവിടെയും ഒരു ECG ആണ്. ഒറ്റ സ്ട്രേറ്റ് ലൈൻ പോലെ സംസാരിക്കാതെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം. You can write up and downs. Okay, ബ്രാക്കറ്റിൽ എഴുതിക്കോ അപ്പ് ആൻഡ് ഡൗൺസ്, എന്നാലേ അത് ഓർത്തിരിക്കും. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം നമ്മുടെ സംസാരത്തിൽ. നമ്മുടെ സ്പീക്കിങ്ങില് ഇച്ചിരി ഇപ്പൊ പേഷ്യന്റ് ഒരു അജിറ്റേറ്റഡ് പേഷ്യന്റ് ആണ്, നമ്മൾ ഒത്തിരി മിണ്ടാതിരുന്നു, അവർ വന്ന് നമ്മുടെ അടുത്ത് നമ്മളോട് ഫോൺ ചോദിക്കുക, എനിക്ക് നിങ്ങളുടെ ഫോൺ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് പറയാം ഐ എം സോ സോറി ഐ കാൻറ്റ് ഗിവ് യു, അപ്പൊ അക്കോർഡിംഗ് ടു ദ അതോറിറ്റി വി ആർ നോട്ട് പോസസ്ഡ് ടു ഗീവ് അവർ ഫോൺ പറയാം അല്ലേ? അവിടെ വേണമെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആൻഡ് ഒബീഡിയന്റ് ആയിട്ട് പറയാം. ഇങ്ങനെ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് വലിയൊരു അസുഖമാണ്, നമ്മളത് റിവീൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നമ്മുടെ വോയിസ് നമ്മൾ സോഫ്റ്റൻ ചെയ്യണം. ഷാർപ്പ് ആവേണ്ട അടുത്ത് അങ്ങനെ ആവണം അല്ലേ? ഒരിക്കലും നമ്മുടെ സ്പീക്കിങ്ങിൽ നമുക്ക് ഒരിക്കലും ഹാർഷായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ടോണിന്റെ ആ ഒരു വേരിയേഷൻ അറിഞ്ഞിരിക്കണം. അപ്സ് ആൻഡ് ഡൗൺ എന്തായാലും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അതിന് വോയിസ് മോഡുലേഷൻ എന്നും പറയും. സോ ഇതിന് വോയിസ് മോഡുലേഷൻ എന്നും പറയും. എനിവേ ടോണും വോയിസ് മോഡുലേഷനും ഒക്കെ ഏകദേശം സെയിം ആണ്. സോ ടോണിന് എഴുതിയാൽ മതി, ടോണിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം. ഓക്കെ, അടുത്ത പോയിന്റ്, നാലാമത്തേതല്ലേ? ഫോർത്ത് പോയിന്റ്, വേ ഓഫ് പ്രസന്റേഷൻ. ഓക്കെ, വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുമ്പം ഈ പറഞ്ഞതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? എന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആയിരിക്കത്തില്ല രണ്ടാമത്തെ ഒരാൾക്ക്. ഞാൻ സ്പീക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ സ്പീക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പം സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നന്നായിട്ട് അയാളുടെ ഉള്ളിലെ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര പേര് ഇരുന്നാലും നന്നായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത്യാവശ്യം സ്റ്റേജ് ഫിയർ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഈ അസസറിനെ കാണുമ്പോൾ ഈ പറയുന്ന സെന്റൻസ് കൺസ്ട്രക്ഷൻ ഒന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പം സെന്റൻസ് കൺസ്ട്രക്ഷൻ ഒന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു ഹൗവർ അങ്ങനത്തെ കൺജോയിനിങ് വേർഡ്സ് ഉണ്ട്. വേർഡ്സിനെ ഒരു സെന്റൻസും അടുത്ത സെന്റൻസും ആയിട്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പറയും. അത് കഴിവതും ഒഴിവാക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു സ്മോക്കിങ്ങിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാന്ന് വെക്കുക, നിർത്തി പറയണം. ആൻഡ് ആസ് വെൽ ആസ് ഈ വേർഡ്സ് ചേർത്ത സെന്റൻസിനെ എത്ര വലിച്ചു നീട്ടാവോ അത്രയും വലിച്ചു നീട്ടിയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക.
ആൻഡ് ചുമ്മാ അങ്ങ് കണ്ടിന്യൂസ് ആൻഡ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആസ് വെൽ ആസ് അതിപ്പം ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ സ്പീക്ക് ചെയ്യുമ്പോൾ അറിയാണ്ട് വന്നു പോകും. പക്ഷെ അങ്ങനെയല്ല, അതങ്ങനെയാണ്, മനുഷ്യരുടെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ ഇതൊന്നും ഡെയിലി ചെയ്യുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും വർത്താനം പറഞ്ഞങ്ങ് പോവാണ്. പക്ഷെ അത് ശ്രദ്ധിക്കുക, വേ ഓഫ് പ്രസന്റേഷനിൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ആൻഡ് ആസ് വെൽ ആസ് അതൊക്കെ തന്നെ യൂസ് ചെയ്ത് സെന്റൻസ് ഒത്തിരി വലിച്ചു നീട്ടാതെ ചെറുതാക്കി പറഞ്ഞു പോവുക. അപ്പൊ അവർക്കും കേൾക്കുമ്പോൾ ഓക്കെ ആണെന്ന് തോന്നും. മാത്രമല്ല, ഇത് റെക്കോർഡ് ചെയ്ത് വേറൊരാളുടെ ഒരു തേർഡ് പേഴ്സൺ കേൾക്കുന്നുണ്ടല്ലോ, അവർക്കും അപ്പൊ ഒരു ഫീലിംഗ് ഓഫ് ഗുഡ് അല്ലെങ്കിൽ ഒരു നല്ല ഇത് തോന്നും. സോ അത് വരാൻ വേണ്ടി സെന്റൻസ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ലൊരു ഫീച്ചർ ആയിട്ട് മാക്സിമം നന്നായി നമ്മളത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും. So, നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് ഗ്രമാറ്റിക്കൽ ഫോം ആണ്. ഗ്രമാറ്റിക്കൽ ഫോം ആക്ച്വലി അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നു, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഗ്രാമർ ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഒത്തിരി സ്ട്രെച്ച് ചെയ്യാതെ, മീൻസ് ഒത്തിരി ബ്ലണ്ടർ പറയാതെ നമ്മളൊരു നോർമൽ വേ ഓഫ് രീതിയിൽ ഗ്രാമറിനെ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ സ്പീക്കിംഗ് കൊണ്ട് നമുക്ക് നടന്നങ്ങ് പോകാൻ പറ്റും. ഓക്കെ, Yes. കഴിഞ്ഞ കാര്യങ്ങളെ പാസ്റ്റ് ടെൻസിലും ഇപ്പോഴത്തെ കാര്യങ്ങളെ പ്രസന്റ് ടെൻസിലും വെച്ച് Present തന്നെ tense ലും. സംസാരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞതിനെ കഴിഞ്ഞതായിട്ട് തന്നെ പറയുമ്പോൾ കഴിഞ്ഞെന്ന് തന്നെ പറയാൻ ശ്രമിക്കുക, അല്ലാതെ ഇപ്പൊ ഉണ്ടെന്നുള്ള രീതി. അങ്ങനത്തെ ചെറിയ ചെറിയ വരുന്നുള്ളൂ ലാംഗ്വേജിൽ. ഓക്കെ, കാരണം ഐഎൽസിന്റെ അത്രയും നമുക്ക് ഗ്രാമാറ്റിക്സ് വരുന്നില്ലെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ നമുക്ക് അച്ഛനുണ്ട്. അച്ഛനോട് തന്നെ നമുക്ക് ഗ്രാമറിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പം ലാംഗ്വേജിൽ നമുക്ക് പോയിന്റ്സും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് പറയാമോ? പ്ലീസ് ജസ്റ്റ് റീഡ്. Language, fluency. Second point, pronunciation. Third point, tune and bracket up and down, voice modulation. Fourth point, way of presentation. And last point, grammatical form. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ സ്പീക്കിങ്ങിന്റെ രണ്ട് മെയിൻ പോയിന്റ്സ് ആണ് വന്നത്. ഒന്ന് ലാംഗ്വേജും ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റും ആണ്. ലാംഗ്വേജിൽ ഓൾമോസ്റ്റ് 5 കാര്യങ്ങൾ, 5 സബ് പോയിന്റ്സ് വരുന്നുണ്ട്. 5ഉം നമ്മൾ കവർ ചെയ്തു. ക്ലിയർ ആണ്, മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് തന്നെ ക്ലിയർ ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തെ ആ ഒരു സ്കിൽ അവർക്ക് അസസ് ചെയ്യണം. റിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ റിയ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിയയുടെ സ്കിൽ എന്താണ് എന്നത് അസസ് ചെയ്യാനിരിക്കുന്ന ആള്, അത്രേ ഉള്ളൂ. സോ Yes. ഓരോ ആസ്പിരന്റിന്റെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ ഇതിൽ കൂടി അസസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഫ്ലോപ്പ് ആവാതെ ഈ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് കയ്യിൽ പിടിച്ച് നന്നായിട്ട് മാതാവിനോട് ചോദിച്ചിട്ട് അങ്ങ് പോയാൽ മതി, അതും സെറ്റ് ആവും. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ റാപ്പോർട്ട്. പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്, കാരണം നഴ്സുമാരുടെ അടുത്ത് എന്താണ് റാപ്പോർട്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റാപ്പോർട്ട്? ഞാനൊരു ക്ലാസ് അല്ലേ എടുക്കുന്നത്, അപ്പൊ ചോദിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ചോദിക്കാണ്, വാട്ട് ഈസ് റാപ്പോർട്ട്. അപ്പം മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻസ്. ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് റാപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്നപ്പോൾ തൊട്ട് ഫസ്റ്റ് ഇയറിൽ തൊട്ട് കേൾക്കുന്ന വാക്കാണ് മെയിൻറ്റെയിൻ റാപ്പോർട്ട്, മെയിൻറ്റെയിൻ റാപ്പോർട്ട്. സോ റാപ്പോർട്ടിന് അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മുടെ ട്യൂട്ടേഴ്സ് നമ്മളോട് അത് പറഞ്ഞു തരുന്നത്. റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, റിയ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നുള്ള ഇടയ്ക്കത്തെ ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള ഒരു എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടിട്ടാണ് എനിക്കറിയുന്നത് ഞാൻ പറയുന്നത് സെക്കൻഡ് പേഴ്സണ് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത്. ഞാനൊരു പേഷ്യന്റിന്റെ അടുത്ത് ചെല്ലുമ്പോ അവരുടെ മുഖത്ത് നോക്കാതെ അവർ വിഷമം പറയുമ്പം എന്റെ വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്യാതെ അങ്ങനെയല്ലേ, ശരി എന്നാ ഓക്കെ, പല്ലുവേദന ഉണ്ടല്ലേ, ശരി ഓക്കെ എന്ന് പറയാതെ, ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഡോണ്ട് വെറി, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു അല്ലേ. അപ്പൊ ഒരു ഫ്രണ്ട്ലി ടോക്ക് അനിവാര്യമാണ്. അവരോടൊരു റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ അവരുടെ ഫീലിങ്സ് അവർ നമ്മുടെ അടുത്ത് വെന്റിലേറ്റ് ചെയ്യത്തുള്ളൂ. ഞാനൊരു ഫ്രണ്ട്ലി നഴ്സാണ്, എന്റെ അടുത്ത് സംസാരിക്കും. സോ നമ്മള് സംസാരിക്കുന്ന പേഷ്യന്റിനോട് നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കണം, എന്നാൽ മാത്രമേ അവരുടെ ഫീലിങ്സ് അവർ വെന്റിലേറ്റ് ചെയ്യൂ. ഈ റോൾ പ്ലേ കാർഡിന്റെ നമ്മുടെ കയ്യിലിരിക്കുന്നത് കൂടാതെ അതിന്റെ മുകളിൽ ഒരു സെഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഇന്റർലോക്യൂട്ടിന് പറയാനുള്ള കാര്യങ്ങളാ. അവർക്കത് പറയണമെന്ന് തോന്നിയാൽ ഈ പറഞ്ഞ റാപ്പോർട്ട് അവിടെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അവരത് ചിലപ്പോൾ പറയത്തുള്ളൂ.
നമ്മൾ ചോദിച്ചാലേ അവരത് വെന്റിലേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിങ്ങനെ വൺ മാൻ കോൺവെർസേഷൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം, ടാസ്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് പറയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. റാപ്പോർട്ട് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത്. പേഷ്യന്റ് ഇന്ററാക്ഷൻ ഉണ്ടാവണം. ബ്രാക്കറ്റിൽ എഴുതിക്കോ, മെയിൻറ്റെയിൻ റാപ്പോർട്ടിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ, പേഷ്യന്റ് ഇന്ററാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റാർ ഒക്കെ ഇട്ട് എഴുതിക്കോ, പേഷ്യന്റ് ഇന്ററാക്ഷൻ. ഓക്കെ, സോ പേഷ്യന്റ് ഇന്ററാക്ഷൻ ആണ് മെയിൻറ്റെയിൻ റാപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. സെക്കൻഡ് പോയിന്റ്, ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. ഓക്കെ, ഗ്യാതറിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഒരു ഡയബറ്റിക് സെന്ററിൽ വന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പേഷ്യന്റിന്റെ അടുത്ത് നമുക്ക് ഹിസ്റ്ററി ചോദിക്കാം. എത്ര നാളായിട്ട് ഡയബറ്റിസ് ഉണ്ട്, വേറെ എന്തൊക്കെ ഡിസീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, എത്ര നാളായിട്ടുണ്ട്, ആൽക്കഹോൾ എടുക്കുന്ന ആളാണോ, സ്മോക്ക് ചെയ്യുന്ന ആളാണോ, എത്ര നാളായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഹിസ്റ്ററി കളക്ഷൻസ് ഒക്കെ ചില കേസിൽ റെലവെന്റ് അല്ലേ? ഡയബറ്റിക് ക്ലിനിക്കിൽ ഉറപ്പായിട്ടും അവർക്ക് എത്ര നാളായിട്ട് ഡയബറ്റീസ് ഉണ്ടെന്നുള്ള ഹിസ്റ്ററി എടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സോ ആ പോയിന്റ്സിനൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. റെലവെന്റ് ഹിസ്റ്ററി കളക്ഷൻ ഉണ്ടാവുക. ഗ്യാതറിംഗ് ഇൻഫർമേഷന്റെ ബ്രാക്കറ്റിൽ എഴുതുക റെലവെന്റ് ഹിസ്റ്ററി കളക്ഷൻ. ഓക്കെ, റെലവെന്റ് ഹിസ്റ്ററി കളക്ഷൻ നമ്മൾ എടുക്കണം. അത് നന്നായിട്ട് കീപ്പ് ചെയ്യുക. കാരണം അത് വേണം. കാരണം ഇനി അവര് ബ്രാക്കറ്റിൽ ഹിസ്റ്ററി കളക്ഷൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിനോട് എത്ര നാളായിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് നമ്മുടെ ഒരു നോർമലാ. ഒരു നേഴ്സ് ആകുമ്പോൾ നമ്മളത് ചോദിക്കും അല്ലേ? സോ ഇൻസുലിൻ ആണോ, ഇൻസുലിൻ എടുക്കാറുണ്ടോ, എത്ര നാളായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. വേണമെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡയബറ്റിക് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കാം. അതിനകത്തില്ലെങ്കിൽ പോലും ആഡ് ചെയ്യാം. ആസ് എ നേഴ്സ് എന്റെ ക്രിയേറ്റീവ് സ്കില്ലാ അത്. ഓക്കെ, സോ ഗ്യാതറിംഗ് ഇൻഫർമേഷൻ, റെലവെന്റ് ഹിസ്റ്ററി കളക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഹിസ്റ്ററി കളക്ഷൻ എല്ലാം എടുത്തു. അവരെന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിസ്റ്റർ എങ്ങനെയാണ്, I was going through this and this. I'm taking medications. I'm on regular medications. I'm on regular insulin. So and so എല്ലാം പറഞ്ഞു. അടുത്ത പോയിന്റ് ഇൻഫർമേഷൻ ഗീവിംഗ് ആണ്. മൂന്നാമത്തേത് എഴുതിക്കോ, ഇൻഫർമേഷൻ ഗീവിംഗ്. ഓക്കെ, ഇൻഫർമേഷൻ ഗീവിംഗ്. സോ ഇൻഫർമേഷൻ ഗീവിംഗില് നമുക്ക് വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്? ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. ഞാൻ പേഷ്യന്റെ അടുത്ത് ചോദിച്ചു, പേഷ്യന്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, പേഷ്യന്റ് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പേഷ്യന്റെ അടുത്ത് ഓൾറെഡി ചോദിച്ചു. അത് കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിട്ട് ഞാൻ പേഷ്യന്റിന് തിരിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് ഇൻഫർമേഷൻ ഗീവിംഗ്. ഓക്കെ, ഇൻഫർമേഷൻ ഗീവിംഗ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഓൾറെഡി അയാളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. സോ ആസ് എ നഴ്സ് എനിക്ക് ഇൻഫർമേഷൻ കൊടുക്കാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം എന്റെ പേഷ്യന്റിന്. എന്തൊക്കെ കൊടുക്കാം? ഇപ്പം ഡയബറ്റിക് പേഷ്യന്റ് ആണ്, കാലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ പറയാം, ചെരുപ്പ് ഇടാതെ ഇറങ്ങരുത്. ഡയബറ്റിക് ഫുഡ് കെയർ പറയാം അല്ലെ, ഡയറ്റ് പറയാം, ഇൻസുലിൻ റെഗുലർ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ മെഡിക്കേഷൻ കോംപ്ലൈന്റ് ആയിരിക്കണം എന്നുള്ളത് പറയാം. സോ ആ വക കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻ ഗിവിംഗ് വരുന്നതാണ്, ഞാൻ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഒബ്വിയസ്ലി നമ്മുടെ കെയർ ടാസ്കിനകത്ത് ബ്രാക്കറ്റിൽ പോയിന്റ്സ് കാണും, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനെയാണ് ഇൻഫർമേഷൻ ഗിവിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ എൻഡിൽ, ടാസ്കിന്റെ എൻഡിനോട് അടുക്കാറാകുമ്പോഴാണ് ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നത്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാലും മതി. എല്ലാം ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് എല്ലാത്തിലും കൂടി ഒന്ന് കടന്നു പോവുക. അപ്പം ടാസ്കും കംപ്ലീറ്റ് ചെയ്യാം. ഇൻഫർമേഷൻ ഗിവിംഗ് എന്നുള്ള ആ ഒരു പോയിന്റും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും 3 പോയിന്റ്സും ക്ലിയർ അല്ലേ? മെയിൻറ്റെയിൻ റാപ്പോർട്ട്, ഗ്യാതറിംഗ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ ഗിവിംഗ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തത് പെർസെപ്ഷൻ ലെവൽ ചെക്കിംഗ്. കയ്യിൽ റെഡ് പെൻ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് വെക്കുക. പെർസെപ്ഷൻ ലെവൽ ചെക്കിംഗ്. പെർസെപ്ഷൻ ലെവൽ ചെക്കിംഗ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ, എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ബിക്കോസ് ഐ വാണ്ട് ടു നോ, എന്നെ കേൾക്കുന്ന സെക്കൻഡ് പേഴ്സണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്നറിയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി അല്ലേ? സോ അതെ, അപ്പം ഒരു സ്പീക്കറിനെ സംബന്ധിച്ചും ഓഡിയൻസിന് ക്ലിയർ ആണോ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സെയിം ആണ് സ്പീക്കിങ്ങിലും. നേഴ്സ് പറയാൻ ശ്രമിച്ച കാര്യം പേഷ്യന്റ് മനസ്സിലായോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കണ്ടേ? ഇസ് ദാറ്റ് ക്ലിയർ? യു ഗെറ്റിംഗ് മൈ പോയിന്റ്സ്? ആം ഐ ഓഡിബിൾ? ഇതിനെ നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയും. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പറയാറുള്ള ഒരു കാര്യമാണ്. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഫോളോ അപ്പ് ചോദിക്കാത്തെ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പേഷ്യന്റ് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ലെവൽ ഓഫ് പെർസെപ്ഷൻ ചെക്കിംഗ്, പെർസെപ്ഷൻ ലെവൽ ചെക്കിങ്ങിന് ഇമ്പോർട്ടന്റ് ആണ്. അതിനെ നമ്മൾ ഫോളോ അപ്പ് എന്നും പറയും. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ, അണ്ടർസ്റ്റാൻഡിങ് പേഷ്യന്റ് ലെവൽ ഓഫ് പെർസെപ്ഷൻ.
പെർസെപ്ഷൻ ലെവൽ ചെക്കിങ്ങിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കുക അണ്ടർസ്റ്റാൻഡിങ് പേഷ്യന്റ് ലെവൽ ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഫോളോ അപ്സ് ചോദിക്കുക, am I clear? Is that are you following my points? Am I clear to you? Is that audible? അല്ലെങ്കിൽ how does ഒരു എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്തിട്ട് how does that sound? Is that okay? Are you following my points? അങ്ങനത്തെ പല ഫോളോ അപ്സ് നമുക്കുണ്ട്. സോ ഫോളോ അപ്സ് ഒരു 1-2 മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ റെപ്പറ്റീഷൻ അടിക്കാതെ ഫോളോ അപ്സ് പലതും നമുക്ക് ചോദിക്കാം, മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി. ഇതിന്റെ ഫോളോ അപ്പ് ചോദിക്കുന്നതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് we need to check that patient got it. നമ്മൾ പറയുന്ന കാര്യം പേഷ്യന്റിന് കിട്ടിയോ ഇല്ലയോ, whether they are able to understand, അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ കൊടുത്ത ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യാൻ അവർ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പെർസെപ്ഷൻ ലെവൽ ചെക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 4th പോയിന്റിനെ പറ്റി എന്താണത്, ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഓരോ ടാസ്കിന്റെ ഇടയ്ക്ക് ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം, ഓരോ പോയിന്റ്സിന്റെ ഇടയ്ക്ക് ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. ഒരു 3-4 ഫോളോ അപ്പ് എങ്കിലും മിനിമം ചോദിച്ചിരിക്കണം. ക്ലിയർ ആണോ, ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ, ഇത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള ഫോളോ അപ്സ് ചോദിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, മാർക്കുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നത് ഓർഗനൈസേഷൻ. ഈ പെർസെപ്ഷൻ ലെവൽ ചെക്കിങ്ങിന്റെ താഴെ ഫോളോ അപ്പ് എന്നൂടെ എഴുതിയിട്ടേക്ക്. ഫോളോ അപ്പും പെർസെപ്ഷൻ ലെവൽ ചെക്കിങ്ങും സെയിം ആണ്, അത് വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോളോ അപ്പിന്റെ ഇപ്പുറത്ത് ഒരു കോമ ആയിട്ട് റീഅഷുറൻസ് കൂടെ എഴുതുക. റീഅഷുറൻസിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാണുന്നതാണ്. റീഅഷുറൻസ് എന്താണെന്നും പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കുക. Can you repeat the 5th point? The point, I think, follow up, perception level checking, you can just write follow up. Organization. After follow up, I think organization. Okay, organization means the thing, we need to organize the role play card. We can see a lot of tasks. നമുക്ക് കുറെ ടാസ്ക് അതിനകത്ത് കാണാം. ഞാൻ എന്താ എക്സാമിന് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചാല് ഓരോ ടാസ്കും എന്റെ കൈ, അവരൊരു പെൻസിൽ തരുമല്ലോ, ഓരോ ടാസ്കും ഞാൻ ഇങ്ങനെ നീളത്തിലിട്ടിട്ട് 1, 2 സർക്കിൾ ചെയ്ത് വെക്കും, വിട്ടു പോവാതിരിക്കാൻ. അതർവൈസ് നമ്മൾ ചിലപ്പോൾ ആകെ 5 മിനിറ്റേ ഉള്ളൂ, എന്തായാലും നമ്മൾ ആൻഷ്യസ് ആവും, പാനിക് ആവും ആ ഒരു ടൈമിൽ. സോ വിട്ടു പോവാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് ടാസ്ക് കിട്ടുമ്പം ഓരോ ടാസ്കിലും ഞാൻ 1, 2 ഇങ്ങനെ ലൈൻ ഇട്ട് സർക്കിൾ ചെയ്ത് വെക്കും. സോ ജസ്റ്റ് whatever you want, just circle, just number the task so that you won't skip each points. You will be remind. You won't forget to present each of the points in the task. So the thing is that try not to skip task. Just go through the task. ഏത് ടാസ്ക് ആയാലും അതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുക. എല്ലാ ടാസ്കിനെയും പറ്റി എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. ഇനി മെൻഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും എല്ലാം അതിനകത്ത് ഉള്ളതുപോലെ തന്നെ വായിച്ചു പോവുക. അപ്പം അങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞ് 3-മത്തേതിലേക്ക് ചാടി പോവാതെ അതിനകത്ത് തന്നേക്കുന്നത് പോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. മിക്കവാറും റോൾ പ്ലേ കാർഡിൽ ലാസ്റ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ വരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ലാസ്റ്റത്തെ 1-2 ടാസ്ക് ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ വേണമെങ്കിൽ സമയം കുറവാണെങ്കിൽ ഒന്നിച്ചാക്കി പറയാൻ ശ്രമിക്കുക. അങ്ങനത്തെ ചെറിയ കുഞ്ഞു ടിപ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ടൈം സേവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ടാസ്കും അവസാനത്തെ ടാസ്ക് വായിച്ചല്ല നിർത്തേണ്ടത്. Okay, I think I have clarified most of your points. If you have any doubts, you can just call us. We will be here. We are providing 24-hour services. If you have any queries, please do not hesitate to contact us. We are here. We are very free to help you. എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല കൺക്ലൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ടാസ്ക് എൻഡ് ചെയ്തത്. അപ്പൊ അതുകൂടെ പറയാനുള്ള ഒരു സമയം വേണം. സോ തന്നിരിക്കുന്ന റോൾ പ്ലേ കാർഡിലെ 3rd and 4th പോയിന്റ്സ് ജസ്റ്റ് കമ്പൈൻ ചെയ്ത് പറയുവാണെങ്കിൽ ഈ പറഞ്ഞ കൺക്ലൂഷൻ പറയാൻ നമുക്കൊരു ടൈം കിട്ടും. സോ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യണം. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഇതൊന്നും 1-2 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും മനസ്സിൽ വെച്ച് വേണം നമ്മൾ സ്പീക്കിംഗ് പാർട്ട്നേഴ്സിന്റെ കൂടെ ചെയ്യാൻ. ഒരാളുടെ കൂടെ സ്പീക്കിംഗ് പാർട്ട്ണറിനെ ആക്കി ചെയ്യാതെ പല ആൾക്കാരോട് സ്പീക്കിംഗ് ചെയ്യുക. അവരുടെ ഒക്കെ ആ ഒരു സ്കിൽ, അവരുടെ ഒക്കെ ഡിഫറെന്റ് സ്കില്ലായിരിക്കും, ഡിഫറെന്റ് ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും അവരൊക്കെ സംസാരിക്കുന്നത്. അത് അച്ചീവ് ചെയ്തെടുത്തിട്ട് നമ്മുടേതായ ഒരു വേ ഓഫ് ടോക്കിംഗ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ സ്പീക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്ന പോയിന്റുമായിട്ട് നമ്പർ ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ അടുത്ത പോയിന്റ് പറയുവാണ്. സോ ദ 6th പോയിന്റ് ഈസ് വോയിസ് മോഡുലേഷൻ. ഓൾറെഡി നമ്മൾ ടോണിൽ കണ്ടതാണ് വോയിസ് മോഡുലേഷൻ. യു നോ വാട്ട് ഈസ് വോയിസ് മോഡുലേഷൻ. വോയിസ് മോഡുലേഷന്റെ ഇപ്പുറത്ത് ഒരു ECGയോ ഒരു അപ്പ് ആൻഡ് ഡൗണോ 2 ആരോയോ എന്തെങ്കിലും ഇട്ട് വെക്കുക. യു
need to make a good voice modulation in your speaking. Speaking important ആണ് voice modulation. Straight line പോലെ ഒരിക്കലും സംസാരിക്കരുത്. Keep up and downs. It is very important. So voice modulation important ആണ്. Ups and downs ഉണ്ടാവണം. ECG വേണം, നിർബന്ധമാണ്. നമ്മുടെ സ്പീക്കിംഗ് അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പാതി രക്ഷപ്പെട്ടു. ഉണ്ടെങ്കിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് റീവാലുവേഷന്റെ ഒക്കെ ടൈമിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ അവർക്ക് തോന്നി ഈ വോയിസ് മോഡുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ നമ്മൾ ചിലപ്പം പാസ്സായി പോകും. സോ ഓൾവേസ് കീപ് എ വോയിസ് മോഡുലേഷൻ ഇൻ യോർ സ്പീക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റീഅഷുറൻസ്. ഓക്കെ, സോ റീഅഷുറൻസ് ഫ്രേസ് ഓൾറെഡി നമ്മൾ ഫോളോ അപ്പിൽ പറഞ്ഞതുപോലെ തന്നെ അവരൊരു ഇഫ് എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അല്ലെ അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് നമ്മൾ റീഅഷുറൻസ് എന്ന് പറയുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ഐ നോ ബീങ് എ മദർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ അല്ലേ? അപ്പൊ അത് പറയാം. ഐ നോ ബീങ് എ മദർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ഐ നോ ഇറ്റ്സ് വെരി ഓഫുൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സീ. അങ്ങനത്തെ ആ സിറ്റുവേഷനെ നമ്മളൊന്ന് ടാക്കിൾ ചെയ്ത് പറയാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ റീഅഷുറൻസ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റീഅഷുറൻസ് ഫ്രേസസ് ഒക്കെ നമ്മൾ മാക്സിമം ഒത്തിരി കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ പേഷ്യന്റ് ഇപ്പം എന്താ പേഷ്യന്റ് വന്നു, നമ്മളൊരു OT ഓപ്പറേഷൻ തിയേറ്റർ ആണ്, പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി, പേഷ്യന്റിന് നമ്മൾ തിയേറ്ററിൽ കയറ്റാൻ താമസിച്ചു എന്ന് വെക്കുക. പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ വന്നിട്ട് പറയുകയാണ് ഇത്രയും നേരമായിട്ട് നിർഭയ മൗത്ത് ആണ്, പേഷ്യന്റ് ഒന്നും കഴിച്ചിട്ടില്ല, എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയിൽ പേഷ്യന്റ് വന്നു, ഭയങ്കര തിരക്കാണ്, അവർ വെയിറ്റ് ചെയ്തിട്ട് കുറെ നേരമായി, അവർ വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും അജിറ്റേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയാം? അപ്പോളജൈസ് ഫോർ ദ റഫ് എക്സ്പീരിയൻസ് യു ഹാവ് ഹാഡ്. ഐ എം സോ സോറി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. വി ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. അല്ലെങ്കിൽ അത് പറയാം അല്ലേ? ആദ്യം തന്നെ നമുക്ക് പറയാം ഐ അപ്പോളജൈസ് ഫോർ ദ റഫ് എക്സ്പീരിയൻസ് യു ഹാവ് ഹാഡ്. ഐ ക്യാൻ റിയലി അക്നോളജ് യുവർ സിറ്റുവേഷൻ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ഐ റിയലൈസ് യുവർ വറീസ്. ഐ ക്യാൻ പെർസീവ് യുവർ ഫീലിംഗ്. സോ അങ്ങനത്തെ റീഅഷുറൻസ് ഫ്രേസസ് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് ഇതിലൂടെ എന്നും ജസ്റ്റ് ഇങ്ങനെ ഫ്രേസസ് എഴുതി വെച്ച് വായിച്ചു നോക്കിയാൽ മതി. എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിക്കുന്ന ഒരു ശീലം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്പീക്കിങ്ങിൽ ഈ ഡിഫറെന്റ് ഫ്രേസസും ഫോളോ അപ്സും നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കും. അങ്ങനെ പല ഫോളോ അപ്സും പല ഫ്രേസസും യൂസ് ചെയ്ത് വേണം നമ്മൾ ഒരു സ്പീക്കിങ്ങിനെ കൊണ്ടുപോകാൻ. പിന്നെ സെയിം ഫോളോ അപ്സ് അറിയോക്കെ തന്നെ ചോദിക്കരുത്. 2 റോൾ പ്ലേ കാർഡാണ് നമുക്കുള്ളത്. രണ്ടിലും മാറി മാറി ചോദിക്കണം. ഒരെണ്ണത്തിന്റെ റെപ്പറ്റീഷൻ ഉണ്ടാവരുത്. അവർ നോട്ട് ചെയ്യും. സോ അത്ര വലിയ പ്രശ്നം എന്നല്ല. കാരണം ഒരു കാര്യം തന്നെ നമ്മൾ റെപ്പറ്റീഷൻ ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പം അത് കേൾക്കുന്നയാൾക്ക് ഇച്ചിരി അരോചകമായിട്ട് ഫീൽ ചെയ്യാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോളോ അപ്സ് പഠിച്ചാൽ 2 റോൾ പ്ലേ കാർഡ് ഉണ്ട്. രണ്ടിലും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും. റീഅഷുറൻസ് ആണെങ്കിലും അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് പറയാൻ ശ്രമിക്കുക. ബീങ് എ മദർ, ഐ നോ ഐ എം ഓൾസോ എ മദർ. അല്ലെങ്കിൽ ബീങ് എ സിസ്റ്റർ, ബീങ് എ ഡോട്ടർ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ട്രൈ നോട്ട് ടു ഗെറ്റ് വെറി, ട്രൈ നോട്ട് ടു ഗെറ്റ് പാനിക്. എല്ലാം പറയാം. ഓക്കെ, സോ ഓറിയന്റേഷൻ ബേസിൽ നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ക്രൈറ്റീരിയ ബേസ്ഡ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പീക്കിങ്ങിന്റെ ക്ലാസ്. 2 ക്രൈറ്റീരിയ സ്പീക്കിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ക്രൈറ്റീരിയ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ്. കമ്മ്യൂണിക്കേഷനകത്ത് അല്ലെങ്കിൽ ലാംഗ്വേജിനകത്ത് വരുന്നത് ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ടോൺ, way of presentation and grammatical form. ആൻഡ് ഗ്രാമാറ്റിക്കൽ ഫോം. ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ലാംഗ്വേജിനകത്ത് വരുന്നത്. ലാംഗ്വേജിനെക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ് ആണ്. ബിക്കോസ് ആസ് എ നേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിനെയാണ് അവർ അസസ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റ് വരുമ്പോൾ മെയിൻറ്റെയിൻ റാപ്പോർട്ട് വരും. അതിനകത്ത് തന്നെ നമ്മൾ പേഷ്യന്റ് ഇന്ററാക്ഷൻ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് second one, gathering information. We need to gather the information from the patient. We need to make the patient talk. Ask them to say, ask them to reveal their feelings, ask them to ventilate their feelings. So history collection, relevant history collection is an important factor in the, gathering information. The third one is information giving. As a nurse, it is our responsibility to give education regarding the topics, whatever the topics. So and so we need to give information. So it is important. Fourth one, perception level checking. We can say that follow up. We need to check whether the patient is able to understand whatever we are giving. നമ്മൾ പറയുന്ന കാര്യം പേഷ്യന്റ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ പേഷ്യന്റിന്റെ ലെവൽ ഓഫ് പെർസെപ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡിഫറെന്റ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷൻ.
There will be an organization in the role play card itself. So we need to organize each and every points. Try not to skip the tasks. Just go through. Just go in touch with the points. Make a good conclusion after the role play card. Even our time തീരാറായാലും just ഒന്ന് പറയുക. Please do not hesitate to contact us. We are here to give free service. അല്ലെങ്കിൽ I will provide our toll free number. Community health center ഒക്കെയാണ് പറയാം, അല്ലെങ്കിൽ hospital ഒക്കെ ആണെങ്കിലും പറയാം. We will give the toll free number. If you feel something wrong, you can just contact us. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് get well soon ഒക്കെ പറഞ്ഞിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വോയിസ് മോഡുലേഷൻ ഉണ്ടായിരിക്കുക, റീഅഷുറൻസ് ഫ്രേസസ് യൂസ് ചെയ്യുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ്മെന്റിലും സ്പീക്കിങ്ങിന് വരുന്നത്. താങ്ക് യു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി? Task in between we are changed the task and then while the speaking, that is okay. Order undille task in the order adana change aaki. Okay. It's okay to change the order, whether they look, you just go through the points. You just keep in touch with every point. Try not to skip it. It's okay, but Okay. always maintain an organization, because organization it's one of the major component in speaking. It's okay to change the order, but I just say that if we have an organization, it will be good for the interlocutor, so that they can keep good marks with you.